സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ 2000 രൂപയുടെ സാധനം 15,000 കൊടുത്തിട്ട് ഞാൻ കാനഡയിൽ എത്തിച്ചു. അപ്പൊ ആരായി മണ്ടൻ ഗൈസ്. അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന നാട്ടിലെ പെട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളത് പൊട്ടിച്ചു നോക്കാം. ഇത് ഏത് ഭാഗത്ത് പൊട്ടിക്കണം എന്ന് അറിയില്ല. ഞാൻ ഇന്നും കൂടെ ഒന്ന് മലർത്തി തിരിച്ചടിച്ചോട്ടെ. ഇങ്ങനെ വെച്ചോ. നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ല പാക്കിംഗ് ആണ് ഗൈസ്. ഫസ്റ്റ് ലെയർ ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക്കിലാണ് ഗൈസ്. നടുക്ക് പ്ലാസ്റ്റിക്കും സൈഡിൽ ടേപ്പും വെച്ചിട്ട്, എന്നിട്ട് ഫസ്റ്റ് ലെയർ ആണ് ഇത്. ഫസ്റ്റ് ലെയർ ഞാനിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയർ അപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് പെട്ടി. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ 2000 രൂപയുടെ സാധനം 15,000 കൊടുത്തിട്ട് ഞാൻ കാനഡയിൽ എത്തിച്ചു. അപ്പൊ ആരായി മണ്ടൻ. എനിവേസ് ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കവറിന്. പിന്നെ ഇതിൻ്റെ മിക്സർ എല്ലാത്തിനും ഇൻഡിവിജ്വൽ പാക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് 2 പാക്കറ്റ് മിക്സർ, പിന്നെ സം അച്ചാർ. ഇത് വളരെ നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, വേറെ സം അച്ചാർ, സം അച്ചാർ, I think ചമ്മന്തിപ്പൊടി ആൻഡ് പപ്പടം, സം സോർട്ട് ഓഫ് പപ്പടം. വേറെ ഏതോ അച്ചാർ. ഇതെന്താണോ ഇത് മറ്റേ അരി ഉണ്ടാകുന്നു, പൊരി ഉണ്ടോന്നോ സാധനം വിളിക്കുന്നതാണ്. ഫിക്സ് ആണ് ഗൈസ്, ഫിക്സ്. ഇത് വേറൊരു പപ്പടം. ഇത് ഉണക്കമുളകും തൈര് മുളക് കൊണ്ടാട്ടം സാധനം. ചക്ക ചിപ്സ്, ബനാന ചിപ്സ്, ഇതെന്താ കരിന്റെ വശം സീറോ ഇല്ല, പുളിയാന്ന് തോന്നുന്നു. ഇതെന്താണോ, ഇതെന്തോ ഒരു കൺമഷി. ഇത് നമ്മുടെ മറ്റേ കപ്പ വറുപ്പ്, നമ്മുടെ തക്കാളി ചക്കളി, ഐ മീൻ ടൊമാറ്റോ മൂന്ന്. ഇത് എന്തോ ഒരു സാധനം, എന്താ അറിയില്ല. ഇതും സം സോർട്ട് ഓഫ് അച്ചാറാണെന്ന് വിശ്വസിക്കുന്നു. ഇതും സം സോർട്ട് ഓഫ് അച്ചാറാണെന്ന് വിശ്വസിക്കുന്നു. ഇതും സർട്ടൻ സോർട്ട് ഓഫ് അച്ചാറാണെന്ന് വിശ്വസിക്കുന്നു. ഇതും അതുപോലത്തെ എന്തോ അച്ചാറാണെന്ന് വിശ്വസിക്കുന്നു. ഇതും എന്തോ സോണ പപ്പടിയാന്ന് വിശ്വസിക്കുന്നു. ഇതെന്താണോ ഐഡിയ, എണ്ണയാന്ന് തോന്നുന്നു, വെളിച്ചെണ്ണ. പപ്പടം ആയിരുന്നു. ഇത് പൊടിഞ്ഞു പോയി. ഇതുപോലത്തെ കപ്പ വറുത്തത് പൊടിഞ്ഞു പോയി. ഇതും മറ്റേ കപ്പ വറുത്തതാണ്. ഇതും പൊടിഞ്ഞു പോയി. ഒന്നുമില്ല, പൊടി പൊടിയായി. പപ്പടം അവർ പാക്ക് ചെയ്തപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ മേളിൽ വെക്കേണ്ടതിന് പകരം അടിയിൽ വെച്ചിട്ട് അത് പൊടിഞ്ഞു. മൈസൂർ പാക്ക്. എന്റെ കപ്പ വറുത്തത് ഇതും
സം സോർട്ട് ഓഫ് പപ്പടമാണ്. ഞാൻ കർണാടക ടച്ച് ആയതുകൊണ്ട് ഇത് ഇത് മെയിനായിട്ട് സ്നാക്കിന് നമ്മൾ പപ്പടം ചൂടാക്കുന്നതിൽ ചൂടാക്കി കഴിക്കും. ഇത് മേ ബി ചക്കയുടെ ആവാം. ഇത് സ്വീറ്റ് പൊട്ടേറ്റോ ആവാം. പിന്നെ ഇതവർ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സംഭവം എന്താന്ന് വെച്ചാൽ ഈ നാട്ടില് പെട്ടി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജലദോഷവും പനിയായിട്ട് മണോ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇത് തക്കാളി മുറുക്ക്, നമ്മുടെ നാട്ടിൽ ചക്കിലി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ മുറുക്കും തന്നെ കേട്ടോ പറയാ. ഞാൻ കോട്ടയം, ഇവൻ കാസർഗോഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഷകൾ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇത് കാത്തിരുന്ന മറ്റൊരു സാധനം. ഇത് എനിക്ക് വേണ്ടിയല്ല, അവള് വേണമെന്ന് പറഞ്ഞിട്ട് തേൻമിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേൻമിഠായി കൊണ്ടാട്ടം എന്ന് വിളിക്കാം. ഇവിടെ കാണുന്നു തോന്നുന്നു. അതെ, കൊണ്ടാട്ടം. രണ്ട് ടൈപ്പ് മുളക് ഉണ്ട് കേട്ടോ. ഇത് ഒരു ടൈപ്പ്, ഇത് പിന്നെ ഒരു ടൈപ്പ്. പിന്നെ ഇത് വരുന്നത് എനിക്കൊന്ന് കുമ്പളങ്ങയുടെ സെൻഡിക മീൻസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിനെ കറിയുടെ കൂടെ ഇവൻ്റെ ക്രിസ്പി ആയിട്ട് നമ്മൾ പപ്പടം തിന്നില്ല അതുപോലെ. എനിക്കറിയത്തില്ല, എനിക്ക് സെൻഡിങ് എന്താണെന്ന് അറിയില്ല, കഴിച്ചു നോക്കി പറയുന്നതായിരിക്കും. ഇത് ബനാന ചിപ്സ് ആണ്, മറ്റേ ലോങ് നീളത്തിലുള്ള ബനാന ചിപ്സ് ഇല്ല, പക്ഷെ ഇത് പൊടിയാണ്. ഇത് സാധാ
ഇതുപോലെ മൊത്തം പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അച്ഛൻ്റെ വീട്ടുകാർ എനിക്ക് ഏറ്റവും സന്തോഷം
കുപ്പി കൊടുത്തു വിട്ടിട്ടുണ്ട് guys. നാട്ടിലെ കുപ്പി. ജവാൻ ഇത് കപ്പ ചിപ്സാണ് പക്ഷെ പൊടിഞ്ഞു പോയി. എരിവില്ലാത്ത കപ്പ ചിപ്സ്. ഇത്രയും നേരം വെയിലുണ്ടായിരുന്നില്ല. വെയിലുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു എസ്തറ്റിക് വൈബൊക്കെ സെറ്റ് ചെയ്തത്. വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ ഇട്ടത്. എന്നിട്ട് അവസാനം നോക്കിയത് വെയിൽ വന്നു. ഇതാണ് നമ്മുടെ പൊരിയുണ്ട. ഇങ്ങനെ പൊരിയുണ്ടാവുന്നല്ല പറയാം. അറിയത്തില്ല ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല ഇതൊന്നും നമ്മുടെ നാട്ടില്. ഞാൻ കഴിക്കാത്തതാണോന്ന് അറിയത്തില്ല. ഞാൻ ആകെ ആദ്യം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം എനിക്ക് തോന്നുന്നു ഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞത് 4 to 5 ഡേയ്സിനകത്ത് നാട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കാനഡ എത്തിക്കുമെന്നാണ്. പിന്നെ സാധനങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു, ഷിപ്പ് ചെയ്തിട്ട് പിന്നെ അവരുടെ വിവരമില്ല, റെസ്പോൺസ് ഇല്ല. എന്നിട്ട് അങ്ങോട്ട് കുറച്ച് മെസ്സേജ് അയച്ചപ്പം അവർ പറഞ്ഞു ഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടൊരു ട്രാക്കിംഗ് ID കാര്യങ്ങൾ അയച്ചെന്ന്. വന്നിട്ട് ട്രാക്കിംഗ് ID അവർ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ നാട്ടിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, അത് ഇതിൽ ആദ്യം കാസർഗോഡിൽ നിന്ന് പിന്നെ കൊച്ചിയിൽ പോയി, പിന്നെ ഇന്ത്യ പോയി, പിന്നെ കാസർഗോഡ് പോയി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു അത് എന്തോ മിസ്റ്റേക്കാണ്, സാധനം ട്രാൻസിറ്റിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ട്രോണോ എത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച് ചോദിക്കുമ്പോൾ ട്രോണോ എത്തി എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും വിളിച്ചപ്പം പിന്നെ അപ്ഡേറ്റ് ചെയ്തു ട്രോണോ എന്ന്. പിന്നെ ഈ വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ സാധനങ്ങൾ. എന്നിട്ട് പിന്നെയും കുറച്ച് വിളിച്ചപ്പം അവർ വേറൊരു ട്രാക്കിംഗ് സാധനം അയച്ചു തന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് വിളിച്ചപ്പം അവർ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേനും ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ കട്ട് ചെയ്തു ഫോൺ. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം വിളിച്ചപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഓൺലൈനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അതിന് റെസ്പോണ്ട് ചെയ്തായിരുന്നു. പിന്നെ 3 to 5 ബിസിനസ് ഡേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 days ആയല്ലോ, എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു 10 to 15 യൂഷ്വലി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ സർവീസ് കുഴപ്പമില്ല. എനിക്ക് നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് അയപ്പിക്കാൻ എത്ര കാശാകുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ മേടിക്കുന്ന കാശിന് അവരുടെ സർവീസ് അത്രയും വേർത്തില്ല. ഓക്കെ സർവീസാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ അയപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് അയപ്പിക്കത്തില്ല. കാരണം ചിപ്സ് കാര്യങ്ങൾ കുറേ പൊടിയായിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കാരണം അത് കുറേ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊടിയാവും. ബട്ട് സ്റ്റിൽ പേ ചെയ്യുന്ന കാശിന് ഇച്ചിരി കൂടെ ഒരു ബബിൾ റാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് കഴിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ല രീതിക്ക് വരുമായിരുന്നു. കാരണം പ്രീമിയം സർവീസ് ആണല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ്ട് ഒരാൾ തിന്നാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. സൈനിങ് ഓഫ്. കണ്ടന്റ് നോമാഡ്.